പാലക്കാട് മരുതർ റോഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തല്ല് എന്നൊരു വാർത്തയുണ്ട്. മേച്ചേരി ബസ്സിലെ ജീവനക്കാരും അശ്വതി ബസ്സിലെ ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മേച്ചേരി ബസ്സിലെ ജീവനക്കാരനായ രാജേഷ് കുമാർ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡ്രൈവർക്കെതിരെയും പോലീസ് കേസെടുത്തു. അത് ശരി, അടിച്ചുകൊണ്ടാണ് ഈ വണ്ടി ഓടിച്ചതും പിന്നീട് ഈ അടി കൂടിയതും. കാണാം ദൃശ്യം. അടി ഇടി. 2 സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ്. വൈകുന്നേരം ഡ്യൂട്ടി ട്രിപ്പ് കഴിഞ്ഞ് ഉള്ള പൈസ വാങ്ങിച്ച് വീട്ടിൽ പോകാനുള്ളതിന് എടുത്തിട്ട് ഇടിക്കുകയാണ്. 2 ബസ്സിലെ ജീവനക്കാരാണ്. അശ്വതി ബസ്സിലെ ജീവനക്കാരും മേച്ചേരി ബസ്സിലെ ജീവനക്കാരും തമ്മിലാണ് സംഘർഷം. എന്നാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി ട്രിപ്പ് പോകുന്ന കൂട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ കൂടെ വഴി പോയിട്ട് വരാം. ഇബ്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇബ്ബാൽ അറയ്ക്കൽ, ബസ്സുകാർ തമ്മിലുള്ള മത്സരോട്ടമാണോ ഈ സംഘർഷത്തിലേക്ക് കലാശിച്ചത്? ഇക്ബാൽ. അരുൺകുമാർ, അതായത് പാലക്കാട് ഇത്തരത്തിൽ പല സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്താണ്. ഇന്നലെയാണ് മരുതറോഡ് വെച്ച് ഇത്തരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ ഇത്തരത്തിൽ നടുറോഡിൽ വെച്ച് തല്ലുണ്ടാവുന്ന അല്ലെങ്കിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അശ്വതി ബസ്സും അതുപോലെ തന്നെ മേച്ചേരി ബസ്സിലെയും ജീവനക്കാർ തമ്മിലായിരുന്നു സംഘർഷം. ഈ സമയക്രമത്തെ ചൊല്ലിയുണ്ടായിരുന്ന സംഘർഷത്തിനിടയിൽ പിന്നീട് മേച്ചേരി ബസ് ഓടിച്ചിരുന്ന രാജേഷ് കുമാർ മദ്യപിച്ചെന്നും കണ്ടെത്തുന്നു. പിന്നീട് അതൊരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ഈ ബസ്സുകൾ മാറ്റിയിടുന്നു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ പാലക്കാട്ടെ അയക്കുകയും ചെയ്തു. പിന്നാലെയാണ് ബസ് ജീവനക്കാരായ 6 പേർക്കെതിരെ കേസെടുത്തത്. പക്ഷേ അതിനോടൊപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ച മേച്ചേരി ബസ് ഓടിച്ചിരുന്ന ഈ രാജേഷ് കുമാറിനെതിരെ പ്രത്യേക ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസാണ്. മാത്രമല്ല, രാജേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം, റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷയും ഇപ്പോൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഏതായാലും സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അത് പിന്നീട് കൂട്ടത്തിലേക്ക് നീങ്ങി. പിന്നീട് ഈ ഡ്രൈവർ തന്നെ മദ്യപിച്ചു എന്ന് കണ്ടതോടുകൂടി പിന്നീട് ഈ പ്രശ്നത്തിന്റെ തീവ്രത വളരെ കൂടുകയായിരുന്നു. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ഇപ്പോൾ ഈ രാജേഷ് കുമാറിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ്. ഓക്കെ, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഇക്ബാൽ. 2 ബസ്സുകാർ തമ്മിലാണ്, വല്ല കാര്യമുണ്ട്? സമാധാനമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഈ പറയുന്ന അടിയുണ്ടാക്കി ഇനി പോലീസ് സ്റ്റേഷനിൽ പോയത് കേസുമായി അല്ലേ? ഒന്ന് ആലോചിച്ചു.